ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാറൂട്ടോ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഡൗട്ട്, ഈവൻ എൻ്റെ വരെ ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് സേജ് മോഡ് ഗെൻജൂസിന് മുമ്പിൽ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ അല്ലേ എന്നത്. അതിനുള്ളൊരു കംപ്ലീറ്റ് മറുപടി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്തിനാണെന്നറിയോ, അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഈ ഒരു ചാനൽ എൻ്റെ ചാനൽ എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനൽ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ബിക്കോസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ഇടാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കോണ്ടന്റ്സ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ ഒരുപാട് പറഞ്ഞു ഉറപ്പിക്കും, ആരും പോകരുത്, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ. ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാത്തവരാണെങ്കിൽ പോക്കോട്ടോ, കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഗെൻജൂസ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. ഗെൻജൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഗെൻജൂസു ഒരു ചാക്ര ബേസ്ഡ് ഇല്യൂഷൻ ടെക്നിക്കാണ്. ഗെൻജൂസു ഉപയോഗിക്കുന്നവർ ടാർഗറ്റിന്റെ ചാക്ര ഫ്ലോ മൈൻഡിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിലൂടെ ടാർഗറ്റ്സിന് ഫേക്ക് വിഷ്വൽസും സൗണ്ടും പെയിനും ഒക്കെ അനുഭവപ്പെടുത്തുന്നു. പക്ഷേ ഇതൊന്നും റിയൽ അല്ല, മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന വെറൊരു ഇല്യൂഷൻ മാത്രമാണ്. ഗെൻജൂസ് എന്ന് പറയുമ്പോൾ എനിക്കൊരാളെ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത് താഴെ നിന്ന് കമന്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ സേജ് മോഡ് എന്താണെന്നുള്ളതും ഞാനൊന്ന് പറയാം. സേജ് മോഡ് ഒരു സ്പെഷ്യൽ മോഡാണ്. നാച്ചുറൽ വേൾഡിലെ എനർജിയെ അബ്സോർബ് ചെയ്ത് ചാക്രയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മോഡാണ് സേജ് മോഡ്. നമ്മൾ വിചാരിക്കുന്നതല്ല ഈ മോഡിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള സ്ട്രെങ്തും സ്പീഡും ഒക്കെ കൂടും. കണ്ണുകൊണ്ട് കാണാത്ത ചാക്ര വരെ സെൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിൻജുറ്റ്സു എൻഹാൻസ്മെന്റ്, പിന്നെ സെൻസിങ് എബിലിറ്റി, അതായത് ഈ എനിമിയുടെ ചാക്രയൊക്കെ ദൂരത്ത് നിന്ന് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഗെൻജൂസിന് നേരെ സേജ് മോഡ് കംപ്ലീറ്റ് ഇമ്മ്യൂൺ ആണോ എന്നതാണ്. ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. സേജ് മോഡ് ഗെൻജൂസിന് കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ അല്ല, പക്ഷെ ഗെൻജൂസിനെ എളുപ്പത്തിൽ ഡിക്റ്റേറ്റ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനും സേജ് മോഡിന് സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് ചാക്ര കൺട്രോളാണ്. അതായത് ഒരു സേജ് മോഡ് യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചാക്ര ബാലൻസ് ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഗെൻജുറ്റ്സു ഉപയോഗിച്ച് മൈൻഡ് ഹാക്ക് ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തത് സെൻസിങ് ചാക്ര. സേജ് മോഡിലുള്ളവർക്ക് ലോങ് റേഞ്ച് ചാക്രയും സെൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗെൻജുറ്റ്സു ട്രൈ ചെയ്യുന്നത് മുൻകൂട്ടി തന്നെ അവർക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തത് സേജ് മോഡിന് തന്നെ ഒരു ഡേഞ്ചറസ് സൈഡാണ്. എന്താന്ന് വെച്ചാൽ, ഗെൻജുറ്റ്സു ഉപയോഗിച്ച് ഒരു സേജ് മോഡിലുള്ള ആളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചാക്ര ഇൻബാലൻസ് ഉണ്ടാകുന്നു എന്നതാണ്. അതായത് അങ്ങനെ ഉണ്ടായാൽ സേജ് മോഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി കംപ്ലീറ്റ്ലി ചാക്ര ബാലൻസ് ചെയ്യണമെന്നാണ്. അങ്ങനെ അല്ല എങ്കിൽ അയാൾ സ്റ്റോൺ ആയിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നാറൂട്ടോയുടെ കാര്യം നോക്കിയാൽ സേജ് മോഡ് ഇല്ലെങ്കിൽ പോലും അവന് ഗെൻജൂസിൽ അകപ്പെടാതിരിക്കാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ, ക്ലോൺ യൂസ് ചെയ്ത് അവനത് സാധിക്കും. ഈവൻ അവൻ ഗെൻജൂസിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പോൾ ആ ക്ലോൺ ചാക്ര ഡിസ്ട്രപ്റ്റ് ചെയ്ത് അവൻ ആ ഒരു ഗെൻജൂസിൽ നിന്നും പുറത്തു വരും. എന്നിട്ട് പോലും വാർ ആർക്കിൽ നാറൂട്ടോ പറയുന്ന ഒരു കാര്യമുണ്ട്, സേജ് മോഡിലാണെങ്കിൽ പോലും ഗെൻജുസു ബ്രേക്ക് ചെയ്യാനായിട്ട് അവൻ ഒരാളുടെ സഹായം ആവശ്യമുണ്ടെന്ന്. പക്ഷെ നാറൂട്ടോ ഒരു പെർഫെക്റ്റ് ജുൻജുരിക്ക് ആയതിനു ശേഷം ഗെൻജുസു അവന് നേരെ കംപ്ലീറ്റ്ലി വർക്ക് ആകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കംപ്ലീറ്റ് ജുൻജുരിക്ക് ആകുക എന്ന് പറയുമ്പോൾ തന്നെ അവനും കുറാമയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗെൻജൂസിൽ അകപ്പെടുകയാണെങ്കിൽ ഉള്ളിലുള്ള കുറാമ ഇതിനെ ബ്രേക്ക് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, നോർമൽ ഫോമിലുള്ള നാറൂട്ടോയെ ഗെൻജുസു പെട്ടെന്ന് എഫക്ട് ചെയ്യും. എന്നാൽ സേജ് മോഡിലാണെങ്കിൽ നാറൂട്ടോയ്ക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇമ്മ്യൂൺ അല്ല. ഇനി ക്ലോൺ യൂസ് ചെയ്യുകയാണെങ്കിലും അവന് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇമ്മ്യൂൺ അല്ല. എന്നാൽ ഒരു പെർഫെക്റ്റ് ജുൻജുരിക്കാണെങ്കിൽ കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ നിന്ന് എത്രത്തോളം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിലും എന്നോട് ക്ഷമിക്കുക. ഇനി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനര.